ലോകം മുഴുവൻ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇറാൻ ഇന്നും തളരാത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് നോക്കാം, ഇറാൻ എങ്ങനെ ഇറാനായി. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇറാൻ ഭരിച്ചിരുന്നത് ഷാ രാജാക്കന്മാരായിരുന്നു. 1935 മുതലാണ് പേർഷ്യ എന്ന പേര് ഔദ്യോഗികമായി ഇറാൻ എന്ന് മാറ്റുന്നത്. 1950-കളിൽ ഇറാനിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയതോടെ ലോകശക്തികളുടെ കണ്ണ് ഇറാനുമേൽ പതിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിച്ചും അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിയും ഇറാനെ ഒരു യൂറോപ്യൻ രാജ്യത്തെ പോലെ മാറ്റാനാണ് ഷാ ചക്രവർത്തി ശ്രമിച്ചത്. പക്ഷേ ജനങ്ങൾക്കിടയിലെ ദാരിദ്ര്യവും അഴിമതിയും ആ ഭരണത്തിനെതിരെ വികാരമുണ്ടാക്കി. ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു 1979. ആത്മീയ നേതാവായ ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവം ഷാ ഭരണത്തെ തകർത്തെറിഞ്ഞു. ഇറാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. അതോടെ അതുവരെ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ഇറാൻ അവരുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി. ടെഹ്റാനിലെ അമേരിക്കൻ എംബസി വിപ്ലവകാരികൾ പിടിച്ചെടുത്തതോടെ ലോക രാഷ്ട്രീയത്തിന്റെ സമവാക്യങ്ങൾ തന്നെ മാറിമറിഞ്ഞു.